السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله ما بعد. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും യാത്ര ചോദിക്കുകയാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നാം നേടിയെടുത്ത ആത്മവിശുദ്ധി ഒട്ടും ചോർന്നു പോവാതെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ റമദാൻ ആത്മീയതയുടെ അമൃതകാലം എന്ന പ്രമേയത്തിൽ ആചരിച്ചു വരുന്ന റമദാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒട്ടനവധി പദ്ധതികൾ, പ്രവർത്തനങ്ങൾ നാം തയ്യാറാക്കിയിരുന്നു. ഇപ്പോഴത്തെ കുവൈത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ പദ്ധതികളും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ സാധിച്ചു. നമ്മുടെ മെഗാ ഇഫ്താർ മീറ്റ് ബഹുമാനപ്പെട്ട മുസ്തഫ ഉദവി ആക്കോടിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റമദാൻ പ്രഭാഷണം എന്നിവയൊക്കെ വളരെ ഭംഗിയായി പൂർത്തിയായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നോമ്പനുഷ്ഠിക്കുവാനും ദാനധർമ്മങ്ങളടക്കം മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും തൗഫീക്ക് നൽകിയ അള്ളാഹുവിന് ഈ പുണ്യ ദിനത്തിൽ, ഈ പെരുന്നാൾ സുന്നത്തിൽ നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. നാം അനുഷ്ഠിച്ച നോമ്പുകളും നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കാൻ അള്ളാഹുവിനോട് നാം മനമുരുകി പ്രാർത്ഥിക്കണം. അതോടൊപ്പം റമദാനിൽ നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യവും ആത്മീയ ഉന്നതിയും നന്മയും വിശുദ്ധിയുമൊക്കെ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള അനുസരണയും ത്യാഗസന്നദ്ധതയും ഒക്കെയാണ് വിശുദ്ധമായ ഈ ഈദ് നൽകുന്ന സന്ദേശങ്ങൾ. പരസ്പരം ഭിന്നതയും വിഭാഗീയതയും ഒക്കെ മറന്നു എല്ലാവരുമായി സ്നേഹവും സന്തോഷവും പങ്കുവെക്കാൻ ഈ ഈദ് നമുക്ക് പ്രചോദനമാവണം. ഫിത്ർ, സക്കാത്തും ദാനധർമ്മങ്ങളും വഴി ആഘോഷ ദിവസങ്ങളിൽ, ആഘോഷവേളകളിൽ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ സഹജീവികളെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ സമാധാനവും സൗഹൃദാന്തരീക്ഷവും നിലനിർത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ഫിത്ർ സക്കാത്ത് നൽകുകയും കുടുംബബന്ധം ചേർക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് മാനവികതയുടെയും നന്മയുടെയും വഴിയിൽ സഞ്ചരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായാണ് ഈ നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ഒരു അവസരത്തിൽ ഇസ്ലാമിക് കൗൺസിൽ സംഘടിപ്പിച്ച റമദാൻ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ സഹപ്രവർത്തകർ, കൂടെ നിന്നവർ, സഹായിച്ചവർ എല്ലാവർക്കും സംഘടനയുടെ നന്ദിയും കടപ്പാടുമൊക്കെ അറിയിക്കുന്നു. നാഥന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീതിതമായ സാഹചര്യത്തിൽ നിന്നും അല്ലാഹു എത്രയും വേഗം ഒരു മോചനം നൽകട്ടെ. പ്രതിസന്ധികൾ നീങ്ങി സമാധാനം പുലരട്ടെ. ലോകത്ത് സമാധാനം നിലനിർത്താൻ ഭരണാധികാരികൾക്ക് അല്ലാഹു സന്മനസ് നൽകട്ടെ. ഈ പുണ്യദിനത്തിൽ
പ്രിയപ്പെട്ടവർക്ക് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലിന്റെ ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.